ഐസോമെട്രിക് draw isometric projection of a cylinder of dia 60 mm and height 70 mm. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് എന്ത് എക്സ് ആക്സിസ് വരയ്ക്കുക. അതിന്റെ സിലിണ്ടറിന്റെ ഡയമീറ്റർ 60, അപ്പോൾ റേഡിയസ് എത്രയാണ് 30 എടുത്തിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്തിനാ ഹൈറ്റ് എടുക്കുക, ഹൈറ്റ് 70 എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ് ഇതിന്റെ സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുക അവിടെ. ഓക്കെ, അപ്പൊ ഇത് ഡയമീറ്റർ 60 ആണ്, ഹൈറ്റ് 70 ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യുക, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കുന്നത്. അപ്പൊ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. അപ്പൊ സ്കെയിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ഇതിന്റെ ഹയസ്റ്റ് വാല്യൂ എത്രയാണ് 70 ആണ്. അപ്പൊ 7 സെന്റിമീറ്റർ വരയ്ക്കുക. അപ്പൊ 0, 1, 2, 3, 4, 5, 6, 7. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് 15 ഡിഗ്രി എടുക്കുക, ഇവിടെ നിന്ന് 45 ഡിഗ്രി എടുക്കുക. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇവിടെ, ഇതാണ് 7'. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ പാരലായിട്ട് 6 നിന്ന് ഒരു ലൈൻ ഇങ്ങനെ പാരലായിട്ട് വരയ്ക്കുക. 5 നിന്ന് ഒരു ലൈൻ പാരലൽ, 4 നിന്ന് ലൈൻ പാരലൽ, 3 നിന്ന് ലൈൻ, 2 നിന്ന് ലൈൻ, 1 നിന്ന് ലൈൻ. അപ്പോൾ 1', 2', 3', 4', 5', 6', 7'. അതായത് ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രൂ ലെങ്ത് ഇൻറ്റു 0.816. ഇനി നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ ആദ്യം ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ഇതിൽ നമ്പർ കൊടുക്കുക 1, 2, 3, 4. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എത്ര 30 ഡിഗ്രി ഓൺ ബോത്ത് സൈഡ്സ് എടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, 1 ഇവിടെ 60 ആണ് അല്ലേ, ഇത് ഹൈറ്റ് ലെങ്ത് 60 ആണ്. അപ്പൊ നമ്മളിവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് എത്ര 6' എടുക്കുക, അല്ലെങ്കിൽ 6 × 0.816 മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ. അപ്പൊ നമ്മൾ ഈ സ്കെയിലിൽ നിന്ന് നമ്മൾ എത്ര എടുത്ത് 6' എടുത്ത് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് 1 to 2, ഇത് 1 to 4. പിന്നെ ഇവിടെ നിന്ന് ഇവിടെയും ഇവിടെ നിന്ന് ഇവിടെയും കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ 3 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്പം ഇവിടെ 3 കിട്ടി, 3 കിട്ടി. അടുത്ത നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 4 സെന്റർ മെത്തേഡിൽ സർക്കിൾ വരയ്ക്കാം. അപ്പൊ 4 സെന്റർ മെത്തേഡ് എന്താണ്, ഇതിന്റെ സെന്റർ, ഇതിന്റെ സെന്റർ, ഇതിന്റെ സെന്റർ, ഇതിന്റെ സെന്റർ. ഈ 1 നിന്ന് ഇതിലോട്ടും ഓരോ ലൈൻസ് ഇങ്ങനെ വരും. അടുത്ത 3 നിന്ന് ഇതിലോട്ടും ഓരോ ലൈൻ ഇങ്ങനെ വരും. ഇങ്ങനെ ഏതൊരു ആർക്ക് വരയ്ക്കുക. ഈ 3 വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. then ഈ ഇതിൽ വെച്ചിട്ട് ഇവിടെ റേഡിയസ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ റേഡിയസ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ്. ഇപ്പൊ ഹൈറ്റ് നമുക്ക് ഫസ്റ്റിൽ തന്നിട്ട് തന്നെ 70 ആണ്. അപ്പൊ ഇവിടെ നിന്ന് മുകളിലോട്ട് ഇതിന്റെ മുകളിലോട്ട് ഇതിന്റെ ഹൈറ്റ് എത്രയാണ് 7'. 7' എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 0 തൊട്ട് 7 വരെയുള്ള 7 × 0.816, 70 × 0.816. അതടുത്താണ് ഇത് നമ്മൾ എല്ലാത്തിനെയും കട്ട് ചെയ്യണം മുകളിലോട്ട്. കട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യുക, ഇതിന്റെ മുകളിൽ 4 സെന്റർ മെത്തേഡിൽ സർക്കിൾ വരയ്ക്കും. അപ്പൊ ഈ 1 നിന്ന് ഇതിലോട്ടും ഓരോ ലൈൻ വരയ്ക്കുക. സിമിലർലി ഇതിൽ നിന്ന് ഇതിലോട്ടും ഓരോ ലൈൻ വരയ്ക്കുക. പിന്നെ ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക്. സിമിലർലി ഇവിടെ നിന്ന് ഒരു ആർക്ക്. പിന്നെ ഈ പോയിന്റ് റേഡിയസ് വെച്ചിട്ട് ഒരു ആർക്ക്. പിന്നെ ഇവിടെ റേഡിയസ് വെച്ചിട്ട് ഒരു ആർക്ക്. എന്നിട്ട് ഈ സൈഡും ജോയിൻ ചെയ്യിപ്പിക്കുക. ഇതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. ഓക്കെ അല്ലേ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോട്ടാ. അടുത്തെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കോൺ ഓഫ് ബേസ് ഡയ 60 mm, ഹൈറ്റ് 70 mm. ഡ്രോ ഐസോമെട്രിക് വ്യൂ. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം ഒരു എക്സ് ആക്സിസ് വരയ്ക്കുക. കോണിന്റെ ഡയമീറ്റർ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അതിന്റെ ഹൈറ്റ് ഓക്കെ ജോയിൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക, ഹൈറ്റ് കിട്ടി. ഇനി എന്തായാലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യുക, യെല്ലോ വെച്ചിട്ട് ഇത് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഐസോമെട്രിക് വ്യൂ അല്ലേ, അപ്പൊ ഇവിടെ നിന്ന് 30 ഡിഗ്രി ഓൺ ബോത്ത് സൈഡ്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1 to 2, ഈ 1 to 2, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ. 1 to 2 ഇവിടെ കട്ട് ചെയ്യുക, 1 to 4 ഇവിടെ കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെയും കട്ട് ചെയ്തു. അതിനുശേഷം 4 സെന്റർ മെത്തേഡിൽ സർക്കിൾ വരയ്ക്കണം.
അപ്പോൾ ഇതാ ഇവിടെ ഇത് 3 അല്ലേ, അപ്പോൾ ഇവിടെ സെൻറ്റർ എല്ലാം കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 1 2 ഈ സെൻറ്ററും ഈ സെൻറ്ററിലോട്ടും ഇതിൽ നിന്ന് ഇതിലോട്ടും കട്ട് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കും. ഇവിടെ റേഡിയസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. ഇവിടെ റേഡിയസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക്. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് സെൻറ്റർ എടുക്കുക. ഹൈറ്റ് എത്രയാണ്? 70. ഇവിടെ നിന്ന് 70 എടുത്താൽ ഈ ഓയിന്ന് ഇതിനോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യും ടാൻജന്റ് ആയിട്ട്. എന്നിട്ട് ഇത് ഡോട്ടഡ് ആയിട്ട് വരും ഈ ഒരു പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐസോമെട്രിക് വ്യൂ ഓഫ് ദ എന്താണ്